ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈപ്പിൻ കരയിലെ ഗ്രാമക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര വെളിയത്താംപറമ്പ് മുതൽ നായരമ്പലം വരെ കിഴക്ക് ഭാഗം. ഏവർക്കും എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം. പഴമയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ ക്ഷേത്രങ്ങൾ, അവ നമ്മളെ പഴയ കാലഘട്ടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായി തോന്നും. അതിമനോഹരമായ കാഴ്ച തന്നെയാണത്. ഒത്തിരി ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്ന ഒരിടം കൂടിയാണ് വെളിയത്താംപറമ്പ് കിഴക്ക് ഭാഗം. പഴയ കാലഘട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വീടുകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രൗഢഗംഭീരമായ എട്ടുകെട്ടുകൾ, ഏതു വശങ്ങളിൽ നിന്ന് നോക്കിയാലും ആഡംബരപൂർണമായ വാസ്തുശൈലി ഈ മന്ദിരത്തിന് മാറ്റുകൂട്ടുന്നു. റോഡിൽ നിന്നും കുറച്ചു വലത്തേക്ക് മാറി തോടരികളിലൂടെ പോകുന്ന നാട്ടുവഴി പഴയ കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കും. ശാന്തമായൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടം നമുക്ക് നൽകുന്നത്. ഒരു ക്യാൻവാസിലേക്ക് പകർത്താമെന്ന പോലെ ഒരുങ്ങി നിൽക്കുന്ന പ്രകൃതി ഭംഗി. ഇവിടെ കാണുന്ന കളരിയും ചെറിയ ക്ഷേത്രങ്ങളുമൊക്കെ പുതിയ തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ക്ഷേത്രങ്ങളുടെ ഒരു വമ്പിച്ച നിര തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാലഘട്ടങ്ങൾ എത്ര കഴിഞ്ഞു പോയിട്ടും തനിമ ചോരാതെ മണിമന്ദിരം. നമ്മുടെ നാടിൻ്റെ വികസനത്തിനൊപ്പം മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മൺപാതകൾ, പഴയ വാസ്തുശൈലികളാൽ പണിത വീടുകളാൽ സമ്പൂർണമാണ് വെളിയത്താംപറമ്പ് കിഴക്ക് ഭാഗം. ചെറിയ പള്ളികൾ, പുതിയ രൂപത്തിലേക്ക് മുഖമിനുക്കിയ വാടയിൽ സെന്റ് ജോർജ് ചർച്ച് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. നായരമ്പലം പണ്ട് കാലഘട്ടങ്ങളിൽ നായരമ്പലം എന്ന പേരിലാണ്
അറിയപ്പെട്ടിരുന്നെന്ന് പറയപ്പെടുന്നു. പിന്നീടത് നായരമ്പലം എന്ന പേരിൽ ആയിത്തീർന്നതാകാം. ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹരിതാപമായ കാഴ്ചകളാണ്. കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. പരമ്പരാഗത വാസ്തുശൈലി ഒട്ടും ചോർന്നു പോകാതെ പണിതീർത്ത ഒത്തിരി വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പുൽമേടുകൾ. വെളിയത്താംപറമ്പ് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. വെളിയത്താംപറമ്പ് എന്ന പേരിൽ നിന്നാണ് വെളിയത്താംപറമ്പായി പരിണമിച്ചത്. ഈ തോടിനൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കടലിൽ നിന്നും വഴിതെറ്റി വന്നൊരു ഡോൾഫിൻ ഈ തോട്ടിലെത്തിയിരുന്നു. അതിനെ വീണ്ടും കടലിലേക്ക് തന്നെ തിരിച്ചയച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ തോടിന് ഡോൾഫിൻ തോടെന്നും വിളിക്കാറുണ്ട്. ഇവിടെ നിന്നും നോക്കിയാൽ നെടുങ്ങാട് പള്ളിപ്പാലം കാണാവുന്നതാണ്. ഈ പള്ളിപ്പാലം വഴിയും നെടുങ്ങാട്ടേക്ക് പോകാവുന്നതാണ്. നെടുങ്ങാടിൻ്റെ മനോഹാരിത ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഏവരും കണ്ട് അഭിപ്രായങ്ങൾ പറയുക. കാൽനടക്കാർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റിയ ചെറിയൊരു നടപ്പാത. ചെറിയൊരു ചാറ്റൽ മഴയിൽ ഈ തോടരികിലൂടെ യാത്ര ചെയ്യുമ്പോൾ വൈപ്പിൻ കരയ്ക്ക് ഇത്രയും ദൃശ്യഭംഗിയുണ്ടോ എന്ന് അതിശയപ്പെട്ടു പോകും. ഈ വഴി എത്തിച്ചേരുന്നത് നായരമ്പലം മാർക്കറ്റിന് സമീപമുള്ള പാലത്തിലാണ്. ഇത് നായരമ്പലം പൊതുശ്മശാനത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഈ കാണുന്നതാണ് നായരമ്പലം പൊതുശ്മശാനം. വഴിയരികിലെ സുന്ദരി മതിലിൽ തീർത്ത ഇവിടത്തെ കലാകാരന്മാരുടെ കരവിരുത്. യാത്രകളെന്നും ഒരു യാത്രികന് മതിവരാത്ത ഒരനുഭൂതി തന്നെയാണ്. കവലയിലെ ഒരു ചെറിയ ചായക്കട. അധികം ആൾതാമസമില്ലാത്ത ശാന്തസുന്ദരമായ പാതയിലൂടെയുള്ള സുന്ദരമായ യാത്ര.
ഇത് നായരമ്പലത്തെ അംബപത്മ ഓഡിറ്റോറിയം. ഭഗവതി വിലാസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. നായരമ്പലത്തെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊന്നായ ഭഗവതി ക്ഷേത്രം. കുറെ നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഈ അമ്പലവും അമ്പല പരിസരവും. നായരമ്പലത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ്. നായരമ്പലം ലൊബേലിയ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് വെളിയത്താംപറമ്പിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊന്നായ മഹാവിഷ്ണു ക്ഷേത്രം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ യാത്രയുമായി ഞാൻ വരും. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, വിജേഷ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലമർത്തുക, അതോടൊപ്പമുള്ള ഓൾ കൂടി അമർത്തുക.